ആ രണ്ട് മലനിരകളുടെ ഇടയിൽ നിന്നുമാണ് യഹ്ജൂജ് മഹ്ജൂജ് ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. അതുകൊണ്ട് ആ മലനിരകളുടെ ഇടയിൽ ഒരു മതിൽ പണിച്ചു തരണമെന്ന് ആ ജനത ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു. അവിടെയാണ് ചരിത്രത്തിലെ ആ അത്ഭുതകരമായ നിർമ്മാണം നടന്നത്. വെറുമൊരു കല്ലും മണ്ണും കൊണ്ടുള്ള മതിലായിരുന്നില്ല അത്. പർവ്വതങ്ങൾക്കിടയിലുള്ള വിടവിൽ കൂറ്റൻ ഇരുമ്പുകട്ടകൾ അടുക്കി വെച്ച് അവ വലിയ തീയിട്ട് ഉരുക്കി ചുവപ്പിച്ച് അതിന്റെ മുകളിലേക്ക് ഉരുക്കിയ ചെമ്പ് അഥവാ ഈയം ഒഴിച്ചു. നിങ്ങൾക്കറിയാം, ഇരുമ്പും ചെമ്പും തമ്മിൽ ചേർന്നാൽ അതിനേക്കാളും വലിയ ശക്തി ലോകത്ത് വേറെയില്ല. ശത്രുക്കൾക്ക് തുരക്കാനോ കയറാനോ കഴിയാത്ത വിധം സുശക്തമായാണ് ആ മതിൽ നിർമ്മിച്ചത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ ലോകാവസാനത്തിന് തൊട്ടുമുന്ന ആ മതിൽ തകർത്ത് അവർ ഭൂമിയിലേക്ക് ചേക്കേറും. അവർ രണ്ട് വ്യക്തികളോ രണ്ട് കൂട്ടങ്ങളോ അല്ല, മനുഷ്യരെക്കാളും വലിയ സമൂഹത്തിലെ രണ്ട് ഗോത്രങ്ങളാണ് യഹ്ജൂജ് മഹ്ജൂജ്. അവരുടെ രൂപത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ കണ്ണുകൾ, പരന്ന മൂക്ക്, വിചിത്രമായ ശരീരപ്രകൃതി. ഇന്ന് നമ്മൾ സിനിമകളിൽ കാണുന്ന അന്യഗ്രഹ ജീവികളുടെ രൂപവുമായി ഇതിനെ അതിശയിപ്പിക്കുന്ന സാമ്യമില്ലേ? ദുൽഖർണൈൻ നിർമ്മിച്ച ആ മതിൽ എവിടെയാണ് എന്നൊരു ചോദ്യമുണ്ട്. ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കോക്കസസ് പർവ്വത നിരകളിലാണ് എന്ന് കരുതുന്നുണ്ടെങ്കിലും അവിടെ അങ്ങനെ ഒരു മതിൽ കണ്ടെത്തിയിട്ടില്ല. നൂറ്റാണ്ടുകൾക്കിപ്പുറം മണ്ണിനടിയിൽ പെട്ടതാകും എന്ന് പറയപ്പെടുന്നു. ചൈനയിലെ വൻമതിലിന്റെ ഏതോ ഒരു ഭാഗമാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് അവിശ്വസനീയമാണ്. കാരണം ചൈനയിലെ വൻമതിൽ കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ചതാണ്. പിന്നെ എവിടെയാണ് അറിയില്ല. ശാസ്ത്രം ഇന്നും ഇതിന് ഉത്തരം തേടുകയാണ്. എന്നാൽ വിശ്വാസമനുസരിച്ച് ലോകാവസാനം വരെ അത് മനുഷ്യ നേത്രങ്ങളിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നു എന്നാണ്. ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഭൂമിയുടെ 80% സമുദ്രങ്ങളും ആമസോൺ ഉൾക്കാടുകളും ഇന്നും നമുക്ക് അജ്ഞാതമാണ്. ആഴമേറിയ കടലിനടിയിലോ ഭൂമിയുടെ അടിത്തട്ടിലോ ആമസോൺ ഉൾക്കാട്ടിലോ ഇത്രയും വലിയൊരു ജനത ഒളിച്ചിരിപ്പുണ്ടോ? ശാസ്ത്രജ്ഞർ പലപ്പോഴും തിരയുന്നത് ആകാശത്തേക്കാണ്. എന്നാൽ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ പാദങ്ങൾക്കിടയിലാണെങ്കിലോ? ഏലിയൻസ് എന്നത് മറ്റൊരു ഗ്രഹങ്ങളിൽ നിന്നും വരുന്നവരല്ല, മറിച്ച് ഭൂമിയിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഈ വിഭാഗമാണ് എന്ന് ചില ഗവേഷകർ വിശ്വസിക്കുന്നു. യഹ്ജൂജ് മഹ്ജൂജ് പുറത്തു വരുന്ന ദിവസം ഭൂമിയിലെ വെള്ളമെല്ലാം കുടിച്ചു തീർക്കുമെന്നും വിളകളും കണ്ണിൽ കാണുന്നതെല്ലാം നശിപ്പിക്കുമെന്നും പ്രവചനം. നമ്മൾ ഇന്ന് UFO എന്ന് വിളിക്കുന്ന വസ്തുക്കൾ സത്യത്തിൽ മറ്റൊരു ലോകത്ത് നിന്നുള്ളതല്ല, മറിച്ച് മതിൽക്കെട്ടുകൾ തകർത്ത് പുറത്തു വരാൻ തയ്യാറെടുക്കുന്ന ഒരു ജനതയുടെ പരീക്ഷണങ്ങളാണോ? അതോ വരാനിരിക്കുന്ന വലിയൊരു സത്യത്തിന്റെ സൂചനകളോ? ചിന്തിച്ചു നോക്കൂ. സത്യം നമ്മൾ കരുതുന്നതിലും ഭീകരമായിരിക്കാം. നിഗൂഢതകൾ അവസാനിക്കുന്നില്ല. നിങ്ങൾ എന്ത് കരുതുന്നു? ഏലിയൻസും യഹ്ജൂജ് മഹ്ജൂജും ഒന്നാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്.